ഹലോ ഫ്രണ്ട്സ്, കൊമേഴ്സ് ബഡിയാണ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് +2 അക്കൗണ്ടൻസിയിലെ ചാപ്റ്റർ 1 ആയിട്ടുള്ള അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ് എന്ന ചാപ്റ്ററുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് പഠിക്കാനുള്ളത് വാട്ട് ഈസ് പാർട്ട്ണർഷിപ്പ് എന്ന ചോദ്യമാണ്. എന്താണ് പാർട്ട്ണർഷിപ്പ്? പാർട്ട്ണർഷിപ്പ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ 2 or more persons who have agreed to share profits of the firm carried on by all or any of them acting for all. പാർട്ട്ണർഷിപ്പ് എന്നത് ഒരു റിലേഷനാണ് ബിറ്റ്വീൻ 2 or more പേഴ്സൺസ്, രണ്ടോ അതിലധികമോ പേർ തമ്മിലുള്ള റിലേഷനാണ് പാർട്ട്ണർഷിപ്പ്. ഹൂ ഹാവ് അഗ്രീഡ് ടു ഷെയർ പ്രോഫിറ്റ്സ് ഓഫ് ദ ഫേം, അവർ പരസ്പരം പ്രോഫിറ്റ് ഷെയർ ചെയ്യാമെന്ന് അംഗീകരിച്ചിട്ടുണ്ടാവും. ക്യാരീഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ, ഒന്നില്ലെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ചോ അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഒരാളോ നടത്തുന്നതായിരിക്കും പാർട്ട്ണർഷിപ്പ് ഫോം. ഇനി എന്തൊക്കെയാണ് പാർട്ട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. എഗ്രിമെൻറ്റ്. പാർട്ട്ണർഷിപ്പ് ഈസ് ഫോംഡ് ബൈ ആൻ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ്. പാർട്ട്ണർഷിപ്പ് ഒരു അഗ്രിമെൻറ്റ് കാരണമാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തതാണ് നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ്. പാർട്ട്ണർഷിപ്പ് ഫേം ഹാസ് നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ്. പാർട്ട്ണർഷിപ്പ് ഫേമിന് സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഇല്ല. അൺലിമിറ്റഡ് ലയബിലിറ്റി. പാർട്ട്ണർഷിപ്പ് ഫേം ഹാസ് അൺലിമിറ്റഡ് ലയബിലിറ്റി. പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും. ഇനി ബിസിനസ് ഷുഡ് ബി ഫോർ ക്യാരിയിങ് ഓൺ സം ബിസിനസ്, എന്ന് വെച്ചാൽ ബിസിനസ് നടത്താൻ വേണ്ടിയായിരിക്കും പാർട്ട്ണർഷിപ്പ് തുടങ്ങിയിട്ടുണ്ടാവുക. ലിമിറ്റഡ് റിസോഴ്സസ്. പാർട്ട്ണർഷിപ്പ് ഫേം ഹാസ് ഓൺലി ലിമിറ്റഡ് റിസോഴ്സസ്. പാർട്ട്ണർഷിപ്പ് ഫേമിന് കുറച്ച് റിസോഴ്സസാണ് ഉണ്ടാകുന്നത്. ഇനി അടുത്ത ടോപ്പിക്കാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്? പാർട്ട്ണർഷിപ്പ് ഈസ് ആൻ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 or more partners. It may be oral or written. The Partnership Act does not require that the agreement must be in writing, but whenever it is writing, the document is called partnership deed. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു അഗ്രിമെൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. രണ്ടോ അതിലധികമോ പേർ തമ്മിലുള്ള ഒരു അഗ്രിമെൻ്റാണ് പാർട്ട്ണർഷിപ്പ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ആക്ട് പറയുന്നില്ല അത് എഴുതുക തന്നെ വേണമെന്ന് പാർട്ട്ണർഷിപ്പ് ആക്ട് ഒരിക്കലും പറയുന്നില്ല. അത് എഴുതുകയാണെങ്കിൽ അതിൻ്റെ പേരാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാം അതിൻ്റെ കണ്ടൻസ് എന്താണെന്ന്. നെയിം ഓഫ് ദ ഫേം, എന്താണ് ഫേമിൻ്റെ പേര്, അതാണ് ഒരു കണ്ടൻറ്റ്. ഇനി അടുത്തതാണ് നെയിം ആൻഡ് അഡ്രസ് ഓഫ് പാർട്ട്നേഴ്സ്. എന്താണ് അഡ്രസ്സ്, നെയിമും അഡ്രസ്സും, പാർട്ട്നേഴ്സിൻ്റെ നെയിമും അഡ്രസ്സുമാണ് രണ്ടാമത്തെ കണ്ടൻറ്റ്. മൂന്നാമത്തെ കണ്ടൻറ്റാണ് നേച്ചർ ഓഫ് ബിസിനസ്, ഏത് തരം ബിസിനസ്സാണ് അവർ നടത്തുന്നതെന്ന് രേഖപ്പെടുത്തിയിരിക്കണം. പിന്നെ നാലാമത്തെ കണ്ടൻറ്റാണ് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്, എവിടെയാണ് പാർട്ട്ണർഷിപ്പ് നടത്തുന്നത് എന്ന് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കണം. ഇനി അഞ്ചാമത്തെ കണ്ടൻറ്റാണ് എമൗണ്ട് ഓഫ് സാലറി. ആർക്കെങ്കിലും സാലറി ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് എത്രയാണെന്ന് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കണം. ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി. പാർട്ട് 1 ക്ലാസ്സാണ് ഇന്ന് കഴിഞ്ഞത്. അപ്പോൾ ഇനി ഈ ചാപ്റ്ററിൻ്റെ ബാക്കിയുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.